അവൻ എന്നോട് അരുളി ചെയ്തതിന് പ്രകാരം ജോഷുവ 14:12 കാലേബ് ഉച്ചരിക്കുന്നു, just like my father spoke to me. അതിന്റെ അർത്ഥം അവൻ അരുളി ചെയ്ത അഗ്നിയുടെ വചനം എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സംഗ്രഹിച്ചു വച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ നീ വചനത്തിൽ നിറഞ്ഞു നിൽക്കണം. ആമേൻ. അനേകർക്ക് സങ്കീർത്തനം 23 എല്ലാവർക്കും അറിയാം. സങ്കീർത്തനം 23 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ ദൈവത്തെ എത്ര പേർക്കറിയാം? നമുക്ക് വാക്കുകൾ അറിയാം, നമുക്ക് അക്ഷരങ്ങൾ അറിയാം, നമുക്ക് ഋതം അറിയാം. ഈ ദൈവത്തെ എത്ര പേർക്കറിയാം? അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, അവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ വചനം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. വചനം ഹൃദയത്തിൽ നിറഞ്ഞാൽ വിശ്വാസത്തിൽ നീ നിറയും. പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 5-ാം വചനത്തിൽ ഒരു കൂട്ടം സുവിശേഷ വിരോധികളുടെ മുമ്പിൽ സത്യത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുന്ന സ്റ്റീഫാനസിനെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നു. അവൻ വിശ്വാസത്തിൽ നിറഞ്ഞു നിന്ന്. 7-ാം അധ്യായം 2-ാം വചനം മുതൽ അവസാന വാക്കുകൾ വരയ്ക്ക് വായിച്ചു നോക്കിയാൽ അത് ദൈവവചനം എന്നാല് ഓരോന്നും അവിടെയില്ല. ആബ്രഹാം മുതൽ പൗലോസ് വരയ്ക്കും യേശുവിന്റെ കരത്തിന്റെ മർമ്മം അവൻ പ്രസംഗിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞുന്നത് ഗ്രൂപ്പിസമല്ല, അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞത് പള്ളി ഡിനോമിനേഷനല്ല, അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് വിമർശന ബുദ്ധിയല്ല, അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് സാക്ഷാൽ ജീവവചനമാണ്. സാക്ഷാൽ ജീവവചനത്തിൽ അവൻ നിറഞ്ഞു നിന്നപ്പോൾ അവൻ വിശ്വാസത്തിൽ നിറഞ്ഞു നിന്ന്. ഒരു ദൈവഭക്തൻ വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വായിച്ച കുറുവാക്യത്തിൽ തന്നെ 3-ാം അധ്യായം 10-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവജനമേ ഞാൻ പകലായി പ്രാർത്ഥിക്കുക. ആമേൻ. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചേട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കുക. നീ വിശ്വാസത്തിൽ നിറയും. ദൈവത്തിന്റെ തേജ് ഇവിടെ, ദൈവത്തിന്റെ തേജ് ഇവിടെ പ്രകാശിക്കാൻ വേണു വെളിച്ചമായി. പ്രകാശിക്കാൻ കരം ഉയർത്തി കരം തട്ടാം. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളിൽ നീങ്ങി പോകട്ടെ. എല്ലാം ഉള്ളിൽ നീങ്ങി പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ ഇന്നാത്മമായി കൊണ്ട് ഇരിക്കണമേ. ഇന്നാത്മമായി കൊണ്ട് ഇരിക്കണമേ. ഇന്നാത്മമായി കൊണ്ട് ഇരിക്കണമേ. മൂന്നാമത് സങ്കീർത്തനം 12-1-ാം വചനം. സങ്കീർത്തനം 12-1-ാം വചനം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരെ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞുപോയി. ആദ്യം പ്രവൃത്തി കുറഞ്ഞുപോയി. ദൈവത്തിന്റെ
ഭൂമിയിലുള്ള പ്രവൃത്തി, സൽപ്രവൃത്തി, വിശ്വാസത്തിലെ പ്രവൃത്തി കുറഞ്ഞുപോയി. രണ്ടാമത് നാം ധ്യാനിച്ചത് വിശ്വാസം കുറഞ്ഞുപോയി. മൂന്നാമത് വിശ്വസ്തർ കുറഞ്ഞുപോയി. വിശ്വസ്തർ കുറഞ്ഞുപോയി. കർത്താവ് ദുഃഖിക്കുന്നു. ലോകത്തിൽ ഭക്തന്മാർ കുറഞ്ഞുപോയി, വിശ്വസ്തർ കുറഞ്ഞുപോയി. മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ നോക്കി 10 നീതിമാനെ കിട്ടുമോ? 10 നീതിമാന്മാരെ കിട്ടുമോ? ഉൽപ്പത്തി പുസ്തകം 18:32 പ്രകാരം 10 പേരെ പോലും കിട്ടിയില്ല. ഉൽപ്പത്തി പുസ്തകം 6:8 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. And finally God found only one righteous man. അവസാനം എന്റെ കർത്താവിനെ കണ്ടു കിട്ടിയത് ഈ വലിയ ലോകത്തിൽ ഒരേ ഒരു വിശ്വസ്തന്, ഒരേ ഒരുത്തൻ, നോഹ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വചനത്തിൻ പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 12-ാം വചനത്തിൻ പ്രകാരം അതിന്റെ കാരണം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എവിടെയും ദുഷ്ടത, എവിടെയും വഷളത്വം, എവിടെയും നന്ദിയില്ലായ്മ, എവിടെയും കപടം, എവിടെയും കൈക്കൂലി, എവിടെയും വേശിത്തനം, എവിടെയും ദുഷ്ടത. Therefore God cries, I found only one righteous man in this big universe. ഒരേ ഒരുത്ത നീതിമാൻ, നോഹ മാത്രം. വിശ്വസ്തരുടെ കുറവ്, ദൈവഭക്തന്മാരുടെ കുറവ്. കാരണം എന്താണ്? ഒന്നാമത് നാം ധ്യാനിച്ചല്ലോ ദുഷ്ടത. രണ്ടാമത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് 18-ാം അധ്യായം 1-ാം വചനം മുതൽ 7-ാം വചനം വരയ്ക്കും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് യേശുവിന്റെ നാമത്തിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ യോഗ്യത കണ്ടല്ല സഹോദരങ്ങളെ, അവന്റെ മനസ്സലിവിനാൽ നമുക്ക് സവിക്കും തരുന്നത്. കരമേർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് 10-60 സാക്ഷ്യങ്ങൾ ഒരു മനുഷ്യനാൽ കഴിയുന്നതല്ല, ദൈവത്താൽ കഴിയുന്നത് മാത്രം നാം സാക്ഷ്യം കേട്ടതാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ സൗജന്യമായി വളരെ പെട്ടെന്ന് അത്ഭുതം നമുക്ക് കിട്ടുമ്പോൾ 8-ാം വചനത്തിൽ യേശു കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. യേശു കർത്താവിന്റെ 2-ാം വരവെങ്കിൽ ഇവിടെ വിശ്വസ്തരെ കണ്ടെത്തുമോ? ആമേൻ, 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 ആമേൻ. വളരെ പെട്ടെന്ന് മറുപടി കിട്ടുമ്പോൾ നമുക്കതിന്റെ വില അറിയുന്നില്ല. അവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് ആകയാൽ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്നു. ഒരു 2 ആണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അടുത്ത് ഒരു ദേവാലയ കണ്ണാച്ചിൽ ഞാൻ പ്രസംഗിച്ചു. ഞായറാഴ്ച പ്രഭാതാരാധന. പെട്ടെന്ന് എന്റെ വലതുഭാഗത്തിൽ കോണം നോക്കിയപ്പോൾ കീബോർഡിൽ ശരിക്കും ഒരു ഗുണ്ട, ഒരു കൂളിംഗ് ഗ്ലാസ്, ഒരു സിനിമ സ്റ്റൈലിൽ ഒരു ഫ്രാക്ക്, ശരിക്കും ഒരു ഗുണ്ട സ്റ്റൈൽ. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കത്തില്ല, ശരിക്കും ഒരു പകൽ കൊള്ളക്കാരനെ പോലെ ഒരുത്തിന് ഇരിപ്പുണ്ട്. എന്നെ കാണുമ്പോൾ അവൻ ഇങ്ങനെ മറയ്ക്കും. അതിന്റെ അടുത്ത് ഒരു കോർണ ഒരു സ്ത്രീ ഉണ്ട്, അവളും ഇതേ സ്റ്റൈലാണ്. അങ്ങോട്ട് ഞാൻ നോക്കിക്കളഞ്ഞാൽ ഇങ്ങനെ മറയ്ക്കും. മനസ്സിലായി? അമ്മയും മോനും. ഞാൻ ഭാര്യയോട് പറഞ്ഞ്, ഇവർ പണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്ന ആരാധനയിൽ വന്നുകൊണ്ടിരുന്നവരാണ്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ജനിച്ച നാൾ മുതൽ വലിവ്, ഭയങ്കര ജനറേറ്റർ ഓടുന്നത് പോൽ ഹാർട്ടിൽ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. അന്ന്
സ്ഥലത്ത് കാണുന്നില്ല. അവിടെ വാഴയും തെങ്ങുമരങ്ങളും. ആ തെങ്ങിന്റെ മൂട്ടിൽ ഈ സ്ത്രീ, ആ കുഞ്ഞിന് 4-5 വയസ്സ്, കൊണ്ടുവച്ച് ഇരുന്നപ്പോൾ ദൈവാത്മാവ് തന്റെ ദാസനെ കൂടി വെളിപ്പെടുത്തി കർത്താവ് തൊട്ടു. അപ്പോൾ സവിക്കാം. അന്ന് വന്നത് പിന്നെ വന്നിട്ടില്ല. അന്നത്തെ ആരാധന കഴിഞ്ഞ് വെളിയിൽ ചാടിയപ്പോൾ ഇവ രണ്ടുപേരും എന്റെ മുമ്പിൽ വന്ന് ചാടി. ദൈവം ചാടിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയി, ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് വരാറില്ലേ? അപ്പൊ അവർ തന്ന മറുപടി, പ്രാർത്ഥനയ്ക്ക് വന്ന് രോഗം തീർന്നു, ഇനി വലിവ് വന്നാൽ നിങ്ങൾ വരാം. ആമേൻ, ആമേൻ. പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ രോഗം തീർന്ന്, ക്യാൻസർ മാറി, കുഷ്ഠം മാറി, ബന്ധനം മാറി, വിവാഹം നടന്ന്, മക്കളെ കിട്ടി, വീട് കിട്ടി, ഭർത്താവ് കള്ളുകുടി വിട്ട്, അതോട് സത്യം. ഇനി എന്തെങ്കിലും വന്നാൽ വീണ്ടും ഞങ്ങൾ വരാം. അന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചൊല പോലെ ഒന്നും നാം പേ ചെയ്യാതെ തന്നെ സൗജന്യമായി, അപ്പോൾ വളരെ സൗജന്യമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് കൊണ്ട് കർത്താവ് മുന്നറിയിക്കുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ സത്യ സുവിശേഷം കുറച്ചു പേർക്കുള്ളതല്ല, ഒരു പള്ളിക്കാർക്കുള്ളതല്ല, ഒരു ജാതിക്കാർക്കുള്ളതല്ല. ലൂക്കോസ് 2:10 പ്രകാരം എല്ലാവർക്കും വേണ്ടിയും ജനിച്ചവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 17:25 പ്രകാരം എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവൻ. ഇവൻ എല്ലാവർക്കും ഉള്ളവനാണ്. അതേ പശ്ചാത്തലത്തിൽ 2 പത്രോസ് 3:9 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം യുക്ഷിക്കുന്നു. നാം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും, ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമല്ല, ഒരു പള്ളിയിൽ നിന്ന് ഒരു കുടുംബം മാത്രമല്ല, ഒരു പട്ടണത്തിൽ നിന്ന് 5 വ്യക്തികൾ മാത്രമല്ല, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനാണ് എന്റെ ദൈവം. God wants all to repent. പക്ഷെ എല്ലാവരും മാനസാന്തരപ്പെടുന്നുവോ? എല്ലാവരും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നുവോ? അനേകർ വിമർശിക്കുന്നവരാണ്, അനേകർ കർത്താവിനോട് ചെറുത്തു നിൽക്കുന്നവരാണ്, അനേകർ ദൈവത്തെ സന്നദ്ധയിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാണ്. കാരണമുണ്ട്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മർക്കോസ് 10:13 ആ പട്ടണത്തിൽ അനേക സ്ത്രീകളും അനേക കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നിട്ടും ചിലർ കുഞ്ഞിന് ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന്, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കൊണ്ടുവന്നില്ല. എല്ലാവർക്കും സന്ദർഭം ഉണ്ടായിരുന്നിട്ടും സാഹചര്യം ഉണ്ടായിരുന്നിട്ടും പ്രാർത്ഥനയ്ക്ക് വന്ന് ശവിക്യം പ്രാപിപ്പാൻ സർവ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നിട്ടും ചിലർ കടന്നു വന്ന്, ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചില സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്, എല്ലാവരും കൊണ്ടുവന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 17:25 ഏതേൻസ് പട്ടണത്തിൽ മാർസ് ഹില്ലിൽ പൗലോസ് സുവിശേഷം അറിയിച്ചപ്പോൾ ചിലർ സുവിശേഷം കേട്ട് പരിഹസിച്ച്, ചിലർ നാളേക്ക് കേൾക്കാമെന്ന് മാറ്റിവെച്ച്, അപ്പോസ്തല പ്രവൃത്തികൾ 17:32 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ചിലർ സുവിശേഷത്തിൽ വിശ്വസിച്ച്. ആമേൻ. എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിലും അത് ചിലർക്കാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ആകയാൽ ഭക്തന്മാർ, വിശ്വസ്തർ കുറഞ്ഞുപോകുന്നു. വിദ്യാർത്ഥിനികൾ എഴുന്നേൽക്കുക. ഞാൻ നിങ്ങൾക്കുമായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 25 വയസ്സിന് താഴെയുള്ളവർ എഴുന്നേൽക്കുക.
മാറിക്കൊണ്ട് നീரை കേണമേ, എന്നാത്മ മാറിക്കൊണ്ട് നീரை കേണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മാറിയായ ലോകത്തിന് ചേർന്ന് നോക്കാതെ, മാറിയായ ലോകത്തിന് ചേർന്ന് നോക്കാതെ എന്റെ ചേർന്ന യേശുവിനെ ആശ്രയിക്കുന്നു. എന്റെ ചേർന്ന യേശുവിനെ ആശ്രയിച്ചിടുന്നു. ആത്മസന്തോഷം കൊണ്ട കരമുയർത്തി കരം തട്ടുക. ആമേൻ. കൊണ്ടാനന്ദിപ്പാൻ എന്നാത്മമാറിക്കൊണ്ട് നീரை കേണമേ, എന്നാത്മമാറിക്കൊണ്ട് നീரை കേണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകും. കരം തട്ടി പാടുക. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ കല്ലിൽ പോലുള്ള എല്ലാ ഉള്ളങ്ങളും, കല്ലിൽ പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും കരം ഉയർത്തി കരം തട്ടുക. കരം ഉയർത്തുക. കൈ ഉയർത്തുക. കൈ ഉയർത്തുക. കൈ ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അഭിഷേകം കട്ടികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകുന്നു. മുളകൾ യേശു നാമത്തിൽ മാറിപ്പോകുന്നു. ഇപ്പോൾ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധിയിലെ ഒരു മന്ദത, ബുദ്ധിയിലെ ഒരു മന്ദത, ദുഷ്ടന്റെ കരം മുറിഞ്ഞു പോകട്ടെ. സ്വന്തം ഫ്രീ. ബന്ധന കെട്ടുകളായിരിക്കുന്നവരെ തൊട്ട് വിട്ടുവീക്കണമേ, വിട്ടുവീക്കണമേ. Set them free. Grant them divine wisdom. സ്വർഗത്തിലെ ജ്ഞാനം ഈ കുഞ്ഞുങ്ങളിൽ ഉറങ്ങട്ടെ, ഉറങ്ങട്ടെ, ഉറങ്ങട്ടെ. അഭിഷേക തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ആണ്ടാണ്ടുകാലമായി വൈദ്യനെ കണ്ട്, ഹൈടെക് ആശുപത്രി പോയി, മെഡിക്കൽ കോളേജ് പോയി, വൈദ്യന്മാരെ കണ്ട് വിടാതെ പിടിച്ചിരിക്കുന്ന രോഗക്കെട്ടുകൾ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിടുതൽ കൽപ്പിക്കുന്നു, ഇപ്പോൾ വിടുതൽ കൽപ്പിക്കുന്നു. സാത്താന്റെ കരം മുറിഞ്ഞു പോകട്ടെ. Set everyone free. തൊട്ടതിനായി തന്നെ ഇരിക്കാം. അവസാനം യോഹന്നാൻ 5:7. യോഹന്നാൻ 5 എന്നിട്ടും അറിയാതെ അവരുടെ ഹൃദയ ഭാരം നിലവിളിയോട് ഇറക്കി വയ്ക്കുന്ന എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ ഭാരം സഹിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ ഭാരം സഹിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ രോഗം ചുമക്കുന്നത്. I have none to help me. I am alone. ഞാൻ ഏകൻ, ഞാൻ ഏകൻ, ഏകാന്തത തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള കുറവാണ്. കാരണം
ദൈവത്തിന്റെ പദ്ധതി നീ ഏകാന്തതയിൽ മരിച്ച് ചാകാനല്ല, ജീവിച്ച് ചാകാനല്ല. സ്വർഗത്തിലെ ദൈവം ആദ്യ മനുഷ്യനെ തന്റെ സ്വരൂപത്തിലുണ്ടാക്കി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവൻ ഏകനായി ഇരിക്കുന്നത് നല്ലല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ കൊടുത്ത ദൈവം നീ ഏകനായി ജീവിച്ചു മരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഇവൻ നിലവിളിക്കുന്നു, എന്നിലൊരു കുറവുണ്ട്, ഞാൻ ഏകൻ. 38 ആണ്ടുകളായി എന്നെ കൊല്ലുന്ന ഈ കൊടിയ രോഗത്തേക്കാൾ ഞാൻ സഹിക്കുന്ന ഏകാന്തതയാണ് എന്നെ നെരുക്കുന്നത്. പിതാവ്, ഞാൻ ഏകൻ, എന്നെ ആശ്വസിപ്പാൻ ആരുമില്ല. ഞാൻ ഏകൻ, എന്റെ ഭാരം പങ്കുവയ്ക്കുവാൻ ആരുമില്ല. ഞാൻ ഏകൻ. സ്വർഗത്തിലെ ദൂതൻ എന്നെ കുളം കലക്കുമ്പോൾ അനേകർക്ക് സൗഖ്യം കിട്ടുന്നു. എന്നെ കുളത്തിൽ തൂക്കിയിടുവാനും എനിക്ക് ആരുമില്ല. ഞാൻ ഏകൻ. അയാളോ അങ്ങനെ നിലവിളിയോട് ദൈവസന്നിധിയിലെത്തുന്നത്, എനിക്കൊരു ജോലിയില്ല, ഞാൻ ഏകനായി ഭാരം ചുമക്കുന്നു. ഞാൻ ഏകൻ, ഞാൻ ഏകൻ. എനിക്ക് വിവാഹ ജീവിതം തടസ്സമാണ്. ഞാൻ ഏകൻ. എനിക്കൊരു ഭവനമില്ല. ഞാൻ ഏകൻ. എന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഞാൻ ഏകൻ. എനിക്ക് മക്കളില്ല. ഞാൻ ഏകൻ. ഞാൻ ഏകൻ. എനിക്ക് പൊക്കമില്ല. എനിക്ക് നല്ല കളറില്ല. എനിക്ക് നല്ല ഡിഗ്രിയില്ല. നല്ല ജോലിയില്ല. നല്ല വാഹനമില്ല. കുറവോട് എത്തിയിരിക്കുന്നത്. നീ വന്നിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, നിന്റെ സകല കുറവുകളെയും നിറവാക്കി തരുന്ന യേശു കർത്താവിന്റെ മുമ്പിലാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 39:21 വചനത്തിൽ ദൈവഭക്തൻ ജോസഫ് നിലവിളിക്കുന്നു, ഞാൻ ഏകൻ, ജയിലിൽ ഞാൻ ഏകൻ. യഹോവയാം ദൈവം താണിറങ്ങി അവന്റെ കൂട്ടാളിയായി ജയിലിലിരുന്ന്. ഉൽപ്പത്തി പുസ്തകം 39:21 വചനത്തിൻ പ്രകാരം സംഖ്യാ പുസ്തകം 11 അധ്യായം 14 വചനത്തിൻ പ്രകാരം മോശ നിലവിളിക്കുന്നു, ഞാൻ ഏകൻ, ഈ ലക്ഷം ജനത്തിന്റെ ഭാരം വഹിക്കുവാൻ ഞാൻ ഏകൻ. കർത്താവ് ഒരു പദ്ധതി ഉണ്ടാക്കി 70 പേരെ കൂടെ അവന്റെ കൂട്ടാളിയായി കൊടുത്തു. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 രാജാക്കന്മാർ 19 അധ്യായം 10 വചനത്തിൽ യേശുവയുടെ ഭീഷണി താങ്ങുവാൻ കഴിയാതെ അഭിഷക്തൻ ഏലിജ കൈപ്പോട് നിലവിളിക്കുന്നു, ഞാൻ ഒരുത്തൻ മാത്രം. സ്വർഗത്തിലെ ദൈവം മനസ്സിലിഞ്ഞ് 1 രാജാക്കന്മാർ 19 അധ്യായം 18 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരുത്തനായി നീ നിലവിളിക്കേണ്ട ആവശ്യമില്ല. 7000 ദൈവഭക്തന്മാരെ കൂടെ ഏലിയാവിന് കൂട്ടായി കൊടുത്തു. വെളിപ്പാട് പുസ്തകം 1 അധ്യായം 9 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പത്മോസ് ദ്വീപിൽ യോഹന്ന നിലവിളിക്കുന്നു, ഞാൻ ഏകൻ. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഏകനായി സാക്ഷിയായി നിന്ന യോഹന്നാന് കൂട്ടാളിയായി യേശു കർത്താവ് തന്നെ അവിടെ ഇറങ്ങി. നീ ഏകനെന്ന് നിലവിളിക്കുന്നുവോ, കർത്താവിന്റെ കരം നിങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങും. ആമേൻ, ആമേൻ. ഒരു 2 ആണ്ടുകൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ഹോസ്ബർഗ് കന്നഡ തെക്ക് അതിർത്തി, കേരളത്തിന്റെ വടക്കതിർത്തി ഒരു ക്രൂസേഡിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. ആരെങ്കിൽ ആ കൂട്ടത്തിൽ 3 ദിവസം പങ്കെടുത്ത് കർത്താവ് എന്റെ ഹൃദയത്തിൽ ഡിഫറന്റ് കമ്പാഷൻ തന്ന്, മക്കളില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. അനേകം ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു കുടുംബം എഴുന്നേറ്റ് നിന്ന്, ഒരു കുടുംബം. ബോബന്റെ സാക്ഷി നിങ്ങൾ ഇവിടെ കേട്ടതാണ്.
ശാരീരിക അവസ്ഥയിൽ ഒരു കുടുംബങ്ങൾ ജീവിക്കുവാൻ അവർക്ക് ഏതൊരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിൽ ആ കൂട്ടത്തിൽ അവർ പങ്കെടുത്തിരുന്നു. കർത്താവ് അരുളി ചെയ്തതിന് പ്രകാരം ഞാൻ അറിയിച്ച് യേശു കർത്താവ് നിങ്ങളെ ഇപ്പോൾ തൊടുന്നു. സകല വൈദ്യന്മാർ ഉപേക്ഷിച്ച് ഇനി ഒന്നാം ജീവിച്ച് ഒരു പ്രയോജനമില്ല എന്ന അവസ്ഥയിലെത്തിയിരുന്ന കുടുംബത്തെ ശാരീരിക അവസ്ഥകളെ കർത്താവ് മാറ്റിമറിച്ച് തൊട്ടു സൗഖ്യമാക്കി. അതേ മാസം അവൾ അനുഗ്രഹിക്കപ്പെട്ടു ഒരു പൈതലുമായി ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ്. കുറവ് ഞാൻ ഏകൻ എന്നുള്ള നിലവിളിയോട് എത്തിയിരിക്കുന്നുവോ അനാഥർക്ക് പിതാവാണ് ദൈവം. ആമേൻ. അനാഥർക്ക് പിതാവ്. He is a father to orphans. എനിക്ക് ആരുമില്ല എന്നുള്ള നിലവിളിയോട് എത്തിയിരിക്കുന്നുവോ ആളിന്റെ കുറവുണ്ട്, ആരോഗ്യത്തിലെ കുറവുണ്ട്, ആയുസ്സിലെ കുറവുണ്ട്. എന്റെ ജീവിതത്തിൽ ആഹാരത്തിലെ കുറവ്, അഭിഷേകത്തിലെ കുറവ്, സമാധാനക്കുറവ്, സമ്പത്തിലെ കുറവ്, ശക്തിയിലെ കുറവ്, എല്ലാ കുറവുകളും തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ നിവൃത്തിയാക്കി തരുന്ന ദൈവം ഇവിടെ ഉണ്ട്. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നീ നിരാശപ്പെടരുത്, നീ ദുഃഖിക്കരുത്, നീ വിലപിക്കരുത്, നീ ദൈവസന്നിധി വിട്ട് ഓടിപ്പോകരുത്. ഉറച്ചു നിൽക്കുക. ആബ്രഹാമിന്റെ ജീവിതം ഒന്ന് ധ്യാനിക്കുക. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആബ്രഹാമിന് ജനം കാണുക ഒരു കുറവുമില്ലായിരുന്നു. ഭാര്യ ആബ്രഹാമിന് യജമാനനെ എന്ന് വിളിച്ചു. നാട്ടിലുള്ളവർ ഉൽപ്പത്തി പുസ്തകം 23:6 വചനത്തിൻ പ്രകാരം പ്രഭു എന്നവർ വിളിച്ചു. ആബ്രഹാം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7-ാം വചനത്തിൻ പ്രകാരം, ഐസയ 41:8 പ്രകാരം, യാക്കോബ് 2:23 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ, ദൈവത്തിന് ആബ്രഹാം സ്നേഹിതൻ, ഭാര്യയ്ക്ക് യജമാനൻ, നാട്ടിലുള്ളവർക്ക് പ്രഭു. അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആബ്രഹാമിന്റെ ജീവിതത്തിലും ഒരു കുറവുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ കുറവ് ദൈവസന്നിധിയിൽ അവൻ നിലവിളിച്ചു പറയുന്നു, ഞാൻ മക്കളില്ലാത്തവൻ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തന്റെ 100-ാം വയസ്സിലും ആബ്രഹാം ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവം അവന്റെ കൂടാരം അന്വേഷിച്ചു കടന്നു വന്ന് അവന്റെ കുറവിന് നിറവാക്കി കൊടുത്തു. ആമേൻ, ആമേൻ. മോശയെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാം വചനത്തിൻ പ്രകാരം അവൻ സൗമ്യൻ, 7-ാം വചനത്തിൻ പ്രകാരം അവൻ വിശ്വസ്തൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വചനത്തിൻ പ്രകാരം അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 8-9 വചനത്തിൻ പ്രകാരം അവൻ ദൈവത്തിന്റെ വൻകൃപ പ്രാപിച്ച ആൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മുൾപുതിരിൽ നിന്ന്, മുൾച്ചെടിയിൽ നിന്ന് കടന്നു വന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ അവന്റെ ചെവി വളരെ ക്ലിയറായി പ്രവർത്തിച്ചു. കുറവില്ല. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മൈലുകൾക്ക് ദൂരെ നിന്ന് തന്റെ 120-ാം വയസ്സിലും കാനാൻ ദേശം കാണുവാനുള്ള കണ്ണിന്റെ കാഴ്ചശക്തി അന്നും മോശയ്ക്ക് ഉണ്ടായിരുന്നു. കുറവില്ല. എങ്കിലും മോശയിലൊരു കുറവുണ്ട്. പുറപ്പാട് പുസ്തകം 4:10 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവ
സന്നിധിയിൽ ആ കുറവൻ പറയുന്നു, എനിക്ക് വാക്ക് സാമർഥ്യമില്ല, ഞാൻ വിക്കൻ. അവൻ നിലവിളിയോട് സമർപ്പിക്കുന്നു. യേശു കർത്താവ് യഹോവയാം ദൈവം അവന്റെ കുറവ് നിറവാക്കി കൊടുക്കുവാൻ പുറപ്പാട് പുസ്തകം 3:12 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മകനേ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആ കുറവ് മാറിപ്പോകും. സ്തോത്രം. നിങ്ങൾക്ക് പ്രശ്നം വ്യത്യസ്ത രീതിയിലായിരിക്കാം, പക്ഷെ ദൈവത്തിൽ വ്യത്യാസമില്ല. മോശയോട് അരുളി ചെയ്ത ദൈവം ഇന്ന് നമുക്കുണ്ട്. ആബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം ഇന്ന് നമുക്കുണ്ട്. അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. എന്റെ മകനെ, എന്റെ മകളെ, എന്റെ ഹൃദയത്തിൽ കടന്നു വരണമേ. ഒരു പള്ളിക്കാരനെ ആകാൻ വേണ്ടിയല്ല, ഒരു ഗ്രൂപ്പിന്റെ നേതാവാകാനല്ല, ഒരു തലവനാകുവാനല്ല, ഒരു സംഘടന സ്ഥാപിക്കുവാനല്ല. യേശുവിന്റെ രാജ്യം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിതമാകണം. പൗലോസ് വെളിപ്പെടുത്തുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ഉരുവാകട്ടെ, യേശു ഉരുവാകട്ടെ, കുറവ് നിറവായിത്തീരും. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരട്ടെ. അക്ഷരാർത്ഥം ഡ്യൂട്ടി സമയത്ത് ഉറങ്ങിയ ഒരു യുവാവായ പട്ടാളക്കാരന് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി കുറ്റപത്രം സമർപ്പിക്കുവാൻ. ചാർജ് ഷീറ്റ് കുറ്റപത്രം സമർപ്പിക്കും മുമ്പ് മഹാനായ അലക്സാണ്ടർ യുവാവിനോട് ചോദിച്ച്, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, അലക്സാണ്ടർ. വീണ്ടും ചോദിച്ച് അവന്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ടു, നിന്റെ പേരെന്താണ്? അവൻ അല്പം ഭയത്തോട് പറഞ്ഞ്, അലക്സാണ്ടർ. അലക്സാണ്ടർക്ക് കോപം ധ്വനിച്ച് ചോദിച്ച്, നിന്റെ പേരെന്താണോ? അവൻ പറഞ്ഞു, അലക്സാണ്ടർ. ഓ, നിന്റെ പേരും അലക്സാണ്ടർ ആണോ? ഒന്നെങ്കിൽ നിന്റെ പേര് മാറ്റിക്കളയുക, അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റം മാറ്റിക്കളയുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്ത്യാനി, പള്ളിക്കാരൻ, നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ? നിന്റെ ഉള്ളിൽ കുറവ് നിറവാക്കുന്ന ദൈവമുണ്ടോ? 1 കൊരിന്ത്യർ 13:10 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീപ്പോകും. ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ കുറവായത് മാറിപ്പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എഴുന്നേൽക്കാം. സ്തോത്രം, 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 സ്തോത്രം. രോഗമുള്ള സ്ഥലത്ത് കരം പതിച്ചാട്ടെ, രോഗമുള്ള സ്ഥലത്ത് കരം പതിച്ചാട്ടെ. യേശുവിന്റെ അത്ഭുത കരം ഇപ്പോൾ നിങ്ങളെ തൊടും. ആമേൻ. കൊണ്ടുവന്ന രോഗം അവിടെ കാണുകയില്ല. ആമേൻ. വാ തുറന്ന് നിലവിളിച്ചാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ. നീ കൊണ്ടുവന്ന രോഗം നീ മടക്കി കൊണ്ടുപോകുന്നില്ല. എവിടെ രോഗമോ അവിടെ കരം പതിച്ചു കൊള്ളുക, എവിടെ കട്ടിയോ അവിടെ കരം പതിച്ചു കൊള്ളുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രോഗം മാറിപ്പോകട്ടെ, രോഗം മാറിപ്പോകട്ടെ. വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. സകല കുറവുകളെയും നിറവാക്കി തരുന്ന ദൈവമേ, സകല കുറവുകളെയും നിറവാക്കി തരുന്ന ദൈവമേ, എന്റെ ഉള്ളിൽ കടന്നു വരണമേ. വാ തുറക്കാം ബ്രദർ, വാ തുറക്കാം ബ്രദർ, വാ തുറക്കാം ബ്രദർ, വാ തുറക്കാം ബ്രദർ. ആമേൻ, ആമേൻ. സ്തോത്രം പറയുക, സ്തോത്രം പറയുക, സ്തോത്രം പറയുക. ആരും ഊമയായി നിൽക്കരുത്. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. ആമേൻ,
ആമേൻ. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. ആമേൻ. സ്തോത്രം. യേശുവേ എന്റെ ഉള്ളിൽ വരണമേ. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് യേശുവിനെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് യേശുവിനെ സ്തുതിച്ചാട്ടെ. നന്ദി, 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 നന്ദി. എല്ലാവരും 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 ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ സ്തുതിക്കാം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Lord. Thank you, Lord. Thank you, Lord. ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. എല്ലാവരിലും 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ആത്മബലത്താലും കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിലുള്ള ഇനി ശോകമില്ല, ചെയ്യും നാമം അവകാശമേ. ഇനി ശോകമില്ല, ചെയ്യും യേശുവിന്റെ രക്തത്താൽ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയം തികച്ചുന ഒരുങ്ങിടുക. തന്റെ വേലയം തികച്ചുന കാലമേറും എല്ലാം കാതലും നാം കേട്ടിടാം. കാലമേറും എല്ലാം കാതലും നാം കേട്ടിടാം. കണ്ടൻ വാരാറാവും നാം നാം പോകാറാ. കണ്ടൻ വാരാറാം കണ്ടൻ വാരാറാം നാം പോകാറാ. കണ്ടൻ വാരാറാം ശാപങ്ങൾ തകർന്നിടും. യേശുവിന്റെ നാമത്തിൽ ഭേദങ്ങൾ വിട്ടോടിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ചെയ്യും നാമം അവകാശമേ. ഇനി ശോകമില്ല, ചെയ്യും നാമം അവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയത്തിൽ വെച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയത്തിൽ വെച്ചു നാം ഒരുങ്ങിടുക. കാലമേറുന്നില്ലല്ലോ. കരം ഉയർത്തി കരം തട്ടുക. Fire from above, fire from above, fire from above. സ്വർഗ്ഗത്തിലെ തീ, സ്വർഗ്ഗത്തിലെ തീ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. വാ തുറന്നട്ടെ, വാ തുറന്നട്ടെ, വാ തുറന്നട്ടെ. ഈ ജനത്തെ മോചിക്കണമേ, ഈ ജനത്തിന് വിടുതൽ നൽകണമേ. മാന്ത്രിക കെട്ടുകളെ അറുക്കണമേ രാജ. I set them free, I set them free in the name of Jesus. യേശുവിൻ നാമത്തിൽ വിടുതൽ നൽകുന്നു. I set them free. My master, come down graciously. കൃപയാൽ ഇറങ്ങണമേ, ഈ ജനത്തിന്റെ കൃപയാൽ ഇറങ്ങണമേ. അഭിഷേകം, അഭിഷേകം, അഗ്നി, അഭിഷേകം,
எல்லாரிலும் நிறைக பிரதர், நிறைக பிரதர். அக்னியில் நிறைக, அக்னியில் நிறைக, அபிஷேக தீயில் நிறைக. அவன் வந்துட்டுண்டு, ராஜா வந்துட்டுண்டு, ராஜா வந்துட்டுண்டு. ஆத்மாவில் நிறைக, ஆத்மாவில் நிறைக. கொண்டு வந்த ரோகனை கொண்டு போகவில்ல, கொண்டு வந்த கேன்சர் நீ திரிகே கொண்டு போகவில்ல, கொண்டு வந்த கடன்கார நீ மடக்கி கொண்டு போகவில்ல, கொண்டு வந்த பாரம் நீ மடக்கி கொண்டு போகவில்ல. அபிஷேக நிறைவு பரநாட்டு கடன் உயர்த்தி தெய்வத்தை மலக்கப்படுத்தினார்கள். பரநாட்டு தெய்வம் மரிச்சு மண்ணடிந்து போவதல்ல, மரிச்சிட்டு உயிர்த்தவனான அவன் வாழ்ந்துண்டு என்ன யோசிக்குவான், என்ன அனுகிரகிக்குவான், என்ன சௌக்கியமாக்குவான், என்ன அபிஷேகிக்குவான். அவன் வாழ்ந்துண்டு ரக்காலதஞ்சனம் சகாலதஞ்சனதம் ரக்காலதஞ்சனதம் ரக்கதா சாலதா ரக்காலதஞ்சனதபல ஜப ரக்காலதஞ்சனதம் ரக்காலதஞ்சன வாத்தரக்க ஊமையா இருந்தது நடி, இருந்தது நடி. திறந்து தெய்வத்தை ஸ்துதிச்சாட்டு, திறந்து கர்த்தாவினை ஸ்துதிச்சாட்டு. ஊமையா இருந்தது நடி, திறந்து தெய்வத்தை ஸ்துதிச்சாட்டு. சொர்க்கம் നിങ്ങൾക്കായി തുറക്കുന്നു, സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു, സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു, സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു. ആമേൻ. ഇനി മക്കളെ കിട്ടത്തില്ല. ശപിക്കപ്പെട്ട ഗർഭങ്ങൾ അനേകരെ കർത്താ തൊടുന്നു. ഇപ്പോൾ ജീവന്റെ കരം വ്യാപരിക്കുന്നു. വിഭാഗ തടസ്സം മാറിപ്പോകുന്നു. செல்வி நிந்திக்கப்பட்ட நின்று ആ ദേശത്തിൽ തന്നെ ഉയർത്താൻ പോകുന്നു. പ്രമിളാം വിഭാഗ തടസ്സം നിലവിളിക്കുന്നവരോ കർത്താവിന്റെ കരം നിന്ന് ഇറങ്ങുന്നു. അഗ്നി വ്യാപരിക്കുന്നു. ഉഷാ വിഭാഗ തടസ്സം നിലവിളിക്കുന്നവരോ കർത്താവിന്റെ കരം ഇറങ്ങുന്ന അനുഗ്രഹിക്കുന്നു. തടസ്സം മാറിപ്പോകട്ടു, തടസ്സം മാറിപ്പോകട്ടു. ഒരു പ്രമോഷന് തടസ്സം, ഒരു ജോലി കിട്ടാൻ തടസ്സം, ഒരു പഠിത്തത്തിന് തടസ്സം, ഒരു വിവാഹത്തിന് തടസ്സം, ഒരു ഭവനം നിർമ്മിക്കാൻ തടസ്സം. യേശുവിൻ നാമത്തിൽ ജനം രക്ഷയിലേക്ക് കടന്നു വരുവാൻ തടസ്സം. യേശുവിൻ നാമത്തിൽ തടസ്സം തകർക്കുന്നു. ശാപങ്ങൾ തകർന്നിടുന്നു യേശുവിന്റെ നാമത്തിൽ. ശോകമെല്ലാം ചെയ്യാം ശോകമെല്ലാം ചെയ്യാം യേശുവിന്റെ ഒറ്റത്താൽ തന്റെ പ്രിയ ചുമമേ തൊട്ടതിനായി നന്ദി.